ഇതെല്ലാവർക്കും അറിയാം, നമ്മളെ പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് പല വിധത്തിലും ഒരു സാലഡും പിന്നെ മുളകിട്ടിട്ട് ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം. അപ്പം ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കട്ട് ചെയ്യലൂടെ കഴിഞ്ഞിട്ടോ ഞാൻ 2 ആഫ്രിക്ക മല്ലിയിലയും പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത സാധനം ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മുറ്റത്ത് ഇത് കാണുമ്പോൾ നമുക്കിത് വലിയ വാല്യൂ ഇല്ല സംഭവം, നല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിലേക്ക് ചതച്ച് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. അത് നമ്മൾ അതായത് ക്രഷ്ഡ് ചില്ലി എന്ന് പറയാൻ പറ്റില്ല, അതിലേറെ കുറച്ചും കൂടി അത് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തിരുമ്മിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കേട്ടോ, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചു പോകും. അപ്പോൾ ഒരു അടിപൊളിയായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു. ഇതെല്ലാവർക്കും അറിയാം, നമ്മളെ പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് പല വിധത്തിലും ഒരു സാലഡും പിന്നെ മുളകിട്ടിട്ട് ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം. അപ്പം ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കട്ട് ചെയ്യലൂടെ കഴിഞ്ഞിട്ടോ ഞാൻ 2 ആഫ്രിക്ക മല്ലിയിലയും പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത സാധനം ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മുറ്റത്ത് ഇത് കാണുമ്പോൾ നമുക്കിത് വലിയ വാല്യൂ ഇല്ല സംഭവം, നല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിലേക്ക് ചതച്ച് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. അത് നമ്മൾ അതായത് ക്രഷ്ഡ് ചില്ലി എന്ന് പറയാൻ പറ്റില്ല, അതിലേറെ കുറച്ചും കൂടി അത് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തിരുമ്മിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കേട്ടോ, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചു